ഗ്യാരണ്ടി. മനസ്സ് വെച്ചാൽ സർക്കസ് പഠിക്കാം, സിംഗിൾ റൈഡിൽ സ്വർഗം കാണാം. ഇതുവരെയെല്ലാം കോമഡി, ഇനി കഥ പറയാം ട്രാജഡി. ഇനിയും ജീവൻ പൊളിയുമോ, റോഡിൽ നിന്നു കരയണോ? അങ്ങനെ ഞങ്ങൾ പോകില്ല, ഒരു കുഴിയും താണ്ടി പോകില്ല, ചെളിയും ചാടി പോകില്ല. We need the freedom of movement. മനസ്സുമടുത്തു ജനം വെറുത്തു, പറഞ്ഞു മടുത്തു ക്ഷമ നശിച്ചു. മനസ്സുമടുത്തു ജനം വെറുത്തു, പറഞ്ഞു മടുത്തു ക്ഷമ നശിച്ചു. We need the freedom of movement. വിഴി തുറക്ക്, കുഴി അടയ്ക്ക്, മനസ്സു വെക്ക്, വഴി തുറക്ക്. We need the freedom of movement. വികസനത്തിൽ ഞങ്ങളെതിരല്ലടോ, വരികടിക്ക് ഞങ്ങളും മനുഷ്യരല്ലേ. We need the freedom of movement. 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 Ready? നിങ്ങൾ പോ. ദേശീയപാത 66 തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഉയരപ്പാതയുടെ നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ചു. നാടിൻ്റെ വികസനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന നമ്മൾ അസൗകര്യങ്ങളും പരിമിതികളും ഉണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോട് സഹകരിച്ചു തുടങ്ങി. വീതി കുറഞ്ഞ റോഡും പൊടിയുടെ ശല്യവും പൈലിങ്ങിൻ്റെ ഈ കേൾക്കുന്ന വലിയ ശബ്ദവുമെല്ലാം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടാക്കി. എങ്കിലും ജനങ്ങൾ പൂർണ്ണമായി എല്ലാറ്റിനോടും സഹകരിച്ചു. ദുരിതങ്ങൾ കൂടി വന്നു. റോഡിന് വീതി വീണ്ടും കുറഞ്ഞു വന്നു. വലിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചവ അവയ്ക്ക് വീതി കൂടി വന്നപ്പോൾ റോഡിൻ്റെ വീതി വീണ്ടും കുറഞ്ഞു. പൊടിയുടെ ശല്യം തൊട്ടടുത്ത വീടുകളെ മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളെയും ജനങ്ങളെയും സാരമായി ബാധിച്ചു തുടങ്ങി. വേനൽക്കാലം കഴിഞ്ഞു, മഴ വന്നു. എന്നാൽ പണ്ടത്തേതിലും ബുദ്ധിമുട്ടിലായ ജീവിതം. റോഡ് മുഴുവൻ കുഴികളും വെള്ളവും കൊണ്ട് നിറഞ്ഞു. യാത്രക്കാർ പലരും അപകടത്തിൽപ്പെട്ടു. വഴി ഗതാഗതക്കുരുക്കൊണ്ട് നിറഞ്ഞു. ജോലിക്ക് പോകുന്നവരെ പോലെ തന്നെ വിദ്യാർത്ഥികളും ഒത്തിരി ബുദ്ധിമുട്ടി. പലരും കുഴികളിൽ വീണും ചെളികളിൽ കാലുപുതഞ്ഞും അപകടങ്ങളിൽപ്പെട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ മടങ്ങേണ്ടി വന്നു.
പ്രിയമുള്ളവരെ, നോക്കൂ, അരൂർ തെറുവൂർ ഉയരപ്പാത നിർമ്മാണം നാടിനെ ഭയപ്പെടുത്തുന്നു. ഒരു വർഷത്തിനിടെ 36 മനുഷ്യജീവനുകളാണ് ഈ റോഡിൽ ഹോമിക്കപ്പെട്ടത്. ഇനിയും എത്ര ജീവനുകൾ നൽകണം? ഈ പൊടിയും കുഴിയും എത്ര നാൾ നമ്മൾ സഹിക്കണം? 1000-ലേറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. പണി തീരും വരെ നമുക്കിവിടെ യാത്ര ചെയ്യേണ്ടേ? ഇത് ദേശീയപാതയോ കുരുതിക്കളമോ? 250 വ്യാപാര സ്ഥാപനങ്ങൾ ഇതിനകം പൂട്ടി. നിലനിൽക്കുന്നവയോ മരണത്തിൻ്റെ വക്കിലും. ഈ റോഡിൽ നാം അനുഭവിച്ച ദുരന്തങ്ങൾ എത്ര ഭയാനകം! ജീവിക്കാനും യാത്ര ചെയ്യുവാനുമുള്ള നമ്മുടെ മൗലിക അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ തടയാൻ ആർക്കും ആവില്ല. വികസനത്തിന് നമ്മൾ എതിരല്ല. വികസനം പോലെ തന്നെ പ്രധാനമാണ് ജീവിക്കാനുള്ള അവകാശവും. നമ്മുടെ ജീവനും തൊഴിലും സഞ്ചാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തുവാൻ അനുവദിച്ചുകൂടാ. റോഡ് പണി കഴിയും വരെ നമ്മൾ പുറത്തിറങ്ങണ്ടേ? പൊടിയില്ലാതെ കുഴിയില്ലാതെ നിർഭയമായി സഞ്ചരിക്കുവാൻ സമാന്തര പാത നിർമ്മിക്കൂ. അത് നമ്മുടെ അവകാശമാണ്. ഈ നാടിനു വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പോരാടാം. KCYM സെന്റ് ജൂഡ് യൂണിറ്റ്, ഇരമലൂർ.